ആഘോഷങ്ങൾ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ്. അത് തിരുനാൾ ആഘോഷമാകുമ്പോൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രാർത്ഥന അരൂപിയുടെയും ഒരു ചൈതന്യം അതിൽ വന്നു നിറയും. ഒരു വലിയ തിരുനാളാഘോഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഗുഡ്നസ് സാരീസ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് സാരീസ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തിന്റെ പ്രധാന ദിവസത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഏതാണ്ട് AD 1100 സ്ഥാപിതമായ ദേവാലയമാണ് കാഞ്ഞൂർ ദേവാലയം. അതിപുരാതനമായ ദേവാലയം. നിരവധി തവണ ഈ ദേവാലയം പുതുക്കി പണിതിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഇന്ന് തിരുനാളാഘോഷമാണ്. നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങളെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യാം. ദേവാലയത്തിലെത്തിയിട്ടുള്ള വിശ്വാസ സമൂഹം ഇപ്പോൾ വിശുദ്ധന്റെ നേർച്ചയായിട്ടുള്ള അമ്പും കുരിശും തങ്ങളുടെ കൈകളിൽ വഹിച്ചുകൊണ്ടിട്ട് ദേവാലയത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപത്തിലേക്കാണ് ഈ വിശ്വാസികൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും തങ്ങളുടെ വേദനകളെയും എല്ലാം വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ പാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ വിശ്വാസ സമൂഹം കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിന് അകത്ത് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനടയിൽ എത്തിയിരിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വലിയ കാരുണ്യം ചൊരിയണമേ എന്നുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനടയിൽ തങ്ങളുടെ ഹൃദയങ്ങൾ ഏൽപ്പിക്കുന്ന ചൈതന്യവത്യായ നിമിഷത്തിലാണ് ഇപ്പോൾ ഈ ദേവാലയത്തിനകത്ത് ഞാനായിരിക്കുന്നത്. വലിയ തിരക്കാണ് ദേവാലയത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപം ദേവാലയത്തിന്റെ ഹൈക്കലയുടെ മധ്യത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പൂക്കളെല്ലാം വെച്ച് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന തിരുസ്വരൂപത്തിലേക്ക് വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഈ നിമിഷം ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള തിരുസ്വരൂപത്തിന്റെ മുൻപിലേക്ക് എത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സൈഡിലാണ് ഇപ്പോൾ ഞാൻ വന്നു നിൽക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ വലിയ വിശ്വാസത്തോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശ്വാസികൾ തങ്ങളുടെ കൈകളിലിരിക്കുന്ന മാലകളും മറ്റ് നോട്ടും മാലയും ഒക്കെ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് ഏതായാലും മദ്ബഹയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിനകത്ത് നമുക്ക് കാണാം നിരവധി ആളുകൾ പ്രാർത്ഥനാ നിരതരായി ദേവാലയത്തിനകത്ത് ഉപവിഷ്ടരായിട്ടുണ്ട്. തങ്ങളുടെ വലിയ വിശ്വാസത്തെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ സമീപത്തേക്ക് അർപ്പിക്കുകയാണ് ഓരോ വിശ്വാസികളും ഈ ദേവാലയത്തിൽ. ദേവാലയത്തിന്റെ വലതുഭാഗത്ത് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നേർച്ച കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. ഓരോ വിശ്വാസിയുടെയും മനസ്സ് പ്രാർത്ഥനാ നിർഭരമാണ്. ദേവാലയത്തിന്റെ ഉൾഭാഗം പ്രാർത്ഥനയുടെ വലിയ നിറവാണ്. ഈ ഹൈക്കലയുടെ ഈ മദ്ബഹയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടിട്ട് മദ്ബഹയിലേക്ക് മിഴികൾ അർപ്പിച്ചുകൊണ്ടിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, ഞങ്ങളുടെ വേദനകളിലേക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് അങ്ങ് കാരുണ്യമായി കടന്നു വരണമേ എന്ന് ഈ മനസ്സുകൾ ഓരോന്നും പ്രാർത്ഥിക്കുന്നത് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു.
ദേവാലയത്തിന്റെ അതിപുരാതനമായ മദ്ബഹയുടെ മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമുക്ക് കാണാം മദ്ബഹയുടെ നടുവിൽ ഈശോയുടെ ക്രൂശിത രൂപവും ആ ക്രൂശിത രൂപത്തിന് പിന്നിലായി പരിശുദ്ധ മാതാവ് ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. പക്ഷെ അത് യേശുവിന്റെ ക്രൂശിത രൂപത്തിന്റെ മറവിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിട്ടുള്ളത്. അതുകൊണ്ട് മാതാവിന്റെ തിരുസ്വരൂപമാണ് ഏറ്റവും നടുവിലായി നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും മുകളിലായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, യഹോവയായ ദൈവത്തെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ മദ്ബഹയുടെ വശങ്ങളിലായി പരിശുദ്ധ മാതാവിന് മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്, അതുപോലെ തന്നെ ഉണ്ണിയുടെ മംഗളവാർത്ത, ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുന്നത് മുതലായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ വളരെ മനോഹരമായി അതിന്റെ പുരാതനത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദേവാലയത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. വശങ്ങളിലുള്ള 2 വിങ്ങുകളിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായെയും മറുഭാഗത്ത് ഈശോയുടെ തിരുഹൃദയവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. AD 1001 ഈ ദേവാലയം കാഞ്ഞൂർ സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയം സ്ഥാപിതമായിട്ടുള്ളത്. പിന്നീട് ഈ കാലമത്രയും നിരവധി തവണ പുനർനവീകരിച്ചിട്ടുള്ള ദേവാലയമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിശ്വാസത്തിന്റെ വലിയ നിറകുടമായിട്ടുള്ള ദേവാലയമാണ് കാഞ്ഞൂർ സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള തിരുനാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ ഈ കാഞ്ഞൂർ തിരുനാള്. തിരുനാളാഘോഷത്തിന്റെ വലിയ തിരക്കാണ് കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിന്റെ അങ്കണത്തിലും ദേവാലയത്തിന്റെ അകത്തും ഒക്കെ. ഇതിനിടയിലും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് 2 വാക്ക് പറയാൻ സമയം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ദേവാലയത്തിന്റെ വലിയ ബഹുമാനപ്പെട്ട വികാരി റവറന്റ് ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ അച്ഛൻ. ഈ ദേവാലയത്തിന്റെ പ്രത്യേകതയും തിരുനാൾ ആഘോഷത്തിന്റെ സവിശേഷതയും ഒക്കെ അച്ഛന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. കാഞ്ഞൂരിന്റെ പുണ്യമാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. കാഞ്ഞൂരിന്റെ ജീവിതവും ചരിത്രവുമെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന അനേകം തീർത്ഥാടകർ തന്നെ അതിന് വലിയ സൂചനയാണ്. പ്രത്യേകിച്ച് വിശുദ്ധന്റെ വിശ്വാസ സ്ഥൈര്യം ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അറിവുള്ളതാണ്. മാത്രമല്ല ഈ നാടുമായി വിശുദ്ധന്റെ ജീവിതവും വിശുദ്ധന്റെ മാധ്യസ്ഥവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ പോലെയാണ്. പ്രത്യേകിച്ച് കാഞ്ഞൂർ ദേവാലയം വിളിച്ചു വിളികേട്ട പുണ്യവാളൻ എന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇടം കൂടെയാണ്. കാരണം ജനങ്ങൾ തങ്ങളുടെ ആവശ്യ സമയത്ത് വിശുദ്ധനെ വിളിച്ചപേക്ഷിക്കുകയും വിശുദ്ധന്റെ രൂപത്തിൽ നിന്ന് മറുപടി ലഭിച്ചു എന്നുള്ളതാണ് അവിടെ ഐതിഹ്യമായിട്ട് പറയുക. അതുകൊണ്ട് തന്നെ വിളികേട്ട പുണ്യവാളന്റെ പക്കൽ വന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങുവാനും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. എല്ലാ വർഷവും ജനുവരി മാസം 19, 20 തീയതികളിൽ തിരുനാളും 26, 27 തീയതിയിൽ 8-ാം വിടും ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ വന്ന് വിശുദ്ധന്റെ അനുഗ്രഹം തേടുന്നു എന്നുള്ളത് ഈ നാടിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. മാത്രമല്ല വിശുദ്ധന്റെ തിരുനാൾ ഏറ്റവും മനോഹരമായും ആത്മീയമായുള്ള വലിയ ചൈതന്യം നിറഞ്ഞ തിരുനാളുമായും ആഘോഷിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കാറുണ്ട്. വലിയ സഹകരണവും ലഭിക്കുന്നു. മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധന്റെ നൊവേനയിലും പ്രാർത്ഥനയിലും അനേകായിരങ്ങൾ വന്ന് തങ്ങളുടെ വിശുദ്ധന്റെ പക്കൽ മാധ്യസ്ഥം യാചിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നാം കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണെങ്കിലും അറിയപ്പെടുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലാണ്. അത്രമാത്രം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായും അവിടെ ആത്മീയ ജീവിതവുമായും ചരിത്രവുമായും വിശുദ്ധന്റെ ജീവിതം ഇഴചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ ദേവാലയവും യുദ്ധത്തിൽ നശിപ്പിക്കുമെന്ന അവസ്ഥയുണ്ടായപ്പോൾ എല്ലാവരും വിശുദ്ധനെ വിളിച്ചപേക്ഷിക്കുകയും ടിപ്പു സുൽത്താൻ അതിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ നാടും ജനങ്ങളും രക്ഷപ്പെട്ടു എന്നുമുള്ളൊരു ഐതിഹ്യം ചരിത്രത്തിലും കാണാവുന്നതാണ്. ആ വിശ്വാസം ജനങ്ങൾ മുറുകെ പിടിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു മതസ്ഥരും ഈ ദേവാലയത്തെ കാണുക ഇതുപോലെയുള്ള വിശുദ്ധന്റെ സജീവമായ സാന്നിധ്യമായാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ അക്രൈസ്തവരും ഈ തിരുനാളിൽ സംബന്ധിക്കുകയും ഇതിന് മൂടികൂട്ടുകയും ചെയ്യാറുണ്ട്. തിരുനാളിന്റെ വലിയ തിരക്കിനിടയിലും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് 2 വാക്ക് പറയാനായിട്ട് സമയം കിട്ടിയതിൽ ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും ഈ തിരുനാൾ ദിനത്തിൽ അങ്ങേക്ക് പ്രത്യേകമായി സന്തോഷം.
തിരുനാൾ കുർബാനയുടെ മുഖ്യ കാർമ്മികനായിട്ടുള്ള ജലന്ധർ രൂപതയുടെ അഭിവന്യ ഫ്രാങ്കോ മുളക്കൽ പിതാവ് ദിവ്യബലിമതയുള്ള പ്രസംഗമാണ് നമ്മളിപ്പോൾ വീക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒരു ഭക്തനെ പോലെ ഈ കാഞ്ഞൂർ പള്ളിയിൽ വരുവാനും ഇന്ന് ഈ തിരുനാളിന്റെ മുഖ്യ ദിവ്യബലി അർപ്പിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എനിക്കറിയാം, ഈ പള്ളിയിൽ വന്ന് ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയും ജലന്ധർ രൂപതയിലെ ആളുകൾക്ക് വേണ്ടിയും അവിടെ ജോലി ചെയ്യുന്ന വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ വന്നതെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാക്കുന്നതിനു വേണ്ടി തീക്ഷ്ണമായ വിശ്വാസത്തോടും ആഴമായ ദൈവസ്നേഹത്താലും പ്രേരിതമായി ാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജന സമൂഹമാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ കണ്ടും പങ്കെടുത്തും നാം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ദൈവത്തിന്റെ കൃപകളാൽ നിറഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിരുനാൾ ആഘോഷത്തിന്റെ വലിയ ബഹളമാണ് കാഞ്ഞൂർ ഫൊറോന പള്ളിയുടെ അങ്കണത്തിലും ദേവാലയത്തിന്റെ അകത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തിരക്കിനിടയിലും നമ്മോട് ചേരുന്നത് തിരുനാൾ ആഘോഷത്തിന്റെ തിരുനാൾ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ജോയി ഇടശ്ശേരിയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ആഘോഷത്തിന്റെ പ്രത്യേകതയും ഒരുക്കങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാം. ഈ തിരുനാളിന്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ പ്രദർശനങ്ങൾ തന്നെയാണ്. ഈ പ്രദർശനത്തിന് നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും ആയിരക്കണക്കിന് മുത്തുകുടകളും അണിനിരക്കുന്നു. ഈ കുരിശുകളും കുടകളും നേർച്ചയായിട്ടാണ് ഇവിടെ വരുന്ന തീർത്ഥാടകർ പിടിക്കുന്നത്. ഈ തിരുനാളിന് ജാതിഭേദമില്ലാതെയാണ് ഈ കുരിശും കുടകളും ഇവിടുത്തെ തീർത്ഥാടകർ നേർച്ചയായി പിടിക്കുന്നത്. ഇവിടെ ഈ തിരുനാൾ ഫെസ്റ്റിവൽ ഏരിയ ആയിട്ടാണ്, ഇത്രയും ഏരിയയിലാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തവണ തിരുനാളിനെ പള്ളിയും ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും വളരെയധികം തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 3 പ്രദർശനങ്ങളാണ് ഈ തിരുനാളിന്റെ പ്രധാന ഭാഗങ്ങൾ. 19-ാം തീയതി 3 മണിക്ക് പ്രദർശനം ഇറങ്ങുകയും 6 മണിക്ക് പ്രദർശനം പള്ളിയിൽ തിരിച്ചു കയറുകയും ചെയ്യുന്നു. പ്രധാന തിരുനാൾ ദിവസം 20-ാം തീയതി 12 മണിക്ക് പ്രദർശനം ഇറങ്ങുകയും 3 മണിക്ക് തിരിച്ചു കയറുകയും ചെയ്യും. 20-ാം തീയതി 12 മണിക്ക് പ്രദർശനം ഇറങ്ങുമ്പോൾ ആകാശത്ത് പരുന്തുകൾ വട്ടമിട്ട് പ്രദർശനത്തിന് ആകുംപടി സേവിക്കുന്നു. പരുന്തുകൾ വരുന്നതിന്റെ ചരിത്രം പുണ്യവാനെ അമ്പെയ്തിട്ട് മരിക്കാത്തതുകൊണ്ട് ഗതയ്ക്ക് അടിച്ചു കൊല്ലുകയും അതിനുശേഷം കഴുകന്മാർക്ക് ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പരുന്തുകളാണ് കഴുകന്മാരിൽ നിന്നും പുണ്യവാന്റെ മൃതദേഹം സംരക്ഷിച്ചത്. അതിന്റെ ഒരു ഓർമ്മയാണ് തിരുനാൾ ദിവസമായ 20-ാം തീയതി പ്രദർശനമിറങ്ങുമ്പോൾ പുണ്യവാന് അകമ്പടി സേവിക്കുവാൻ പരുന്തുകൾ വരുന്നത്. കാഞ്ഞൂർ തിരുനാളിന്റെ പ്രധാന സംഘാടക സമിതിയിലുള്ള ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള 6 പേരാണ് എന്റെ കൂടെയുള്ളത്. പുണ്യസാരിഷ്മറ്റിന്റെ പ്രേക്ഷകരെയും ഈ വലിയ തിരുനാൾ ആഘോഷത്തിന്റെ ഈ കമ്മിറ്റിയെ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. കാഞ്ഞൂർ തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടി പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പടിഞ്ഞാറെ പന്തലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേവാലയത്തിൽ നിന്നും വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചിട്ടുള്ള പ്രദക്ഷിണം ഈ വഴി അവിടെ നിന്ന് കടന്ന് വരുന്നത് നമുക്ക് കാണാം. ഏറ്റവും മുന്നിലായി നമുക്ക് കാണാൻ കഴിയുന്നത് ദർശന കുരിശാണ്. ദർശന കുരിശിനോട് അകമ്പടി സേവിച്ചുകൊണ്ട് ഏതാണ്ട് 500ഓളം സ്വർണ്ണ വെള്ളി കുരിശുകൾ, പഞ്ചവാദ്യം, പഞ്ചാരിമേളം അടക്കമുള്ള അനവധി വാദ്യ ആഘോഷങ്ങളും ഈ തിരുനാളിന്റെ സവിശേഷതയായി നമുക്ക് കാണാം.
വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാഘോഷത്തെക്കുറിച്ച്, വിശുദ്ധന്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അധർമ്മങ്ങൾക്കെതിരെ, ക്രൈസ്തവ വിരോധങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് എതിരെ പ്രവർത്തിച്ച സെബസ്ത്യാനോസിനെ അമ്പ് എയ്തു കൊല്ലുവാനായിട്ട് തന്റെ കിങ്കരന്മാരോട് ഡയോക്ലീസ് ചക്രവർത്തി ആജ്ഞാപിക്കുകയുണ്ടായി. അങ്ങനെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം സെബസ്ത്യാനോസിനെ അമ്പ് എയ്ത് കൊല്ലുകയാണ് കിങ്കരന്മാർ ചെയ്തത്. എന്നാൽ മൃതപ്രായനായി വഴിയിൽ കിടന്ന സെബസ്ത്യാനോസിനെ ജസീക്ക എന്ന സ്ത്രീ രക്ഷപ്പെടുത്തുകയും അവളുടെ പരിചരണത്തിൽ തന്റെ ശാരീരിക സൗഖ്യം വീണ്ടെടുത്ത സെബസ്ത്യാനോസ് പിന്നീട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്കെതിരെ വീണ്ടും തന്റെ സമരമുളകളുമായി മുന്നോട്ട് വന്നപ്പോൾ സെബസ്ത്യാനോസിനെ ഗദയ്ക്ക് അടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഗദയ്ക്ക് അടിച്ചു കൊന്ന സെബസ്ത്യാനോസിന്റെ ശരീരം പുഴയിൽ വലിച്ചെറിയുകയും ആ പുഴയ്ക്ക് മീതെ സെബസ്ത്യാനോസിന്റെ മൃതദേഹം കടന്ന സ്ഥലത്തിന് മീതെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയും ചെയ്തു. ആ പരുന്തുകൾ വട്ടമിട്ട് എറിഞ്ഞതിന്റെ സൂചനയായിട്ടാണ് സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശത്ത് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇറങ്ങുന്ന ഈ സമയം ആകാശത്ത് പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയാണ്. തിരുനാളാഘോഷത്തിന്റെ ഈ മഹനീയ കാഴ്ചയിൽ ഇവർക്കൊപ്പം നമുക്കും ചേരാം. സഹദായുടെ തിരുനാളിന്റെ ഏറ്റവും മഹനീയമായ കാഴ്ചയാണ് ഈ പടിഞ്ഞാറെ അങ്ങാടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവാലയത്തിന്റെ വലിയ ബഹുമാനപ്പെട്ട വികാരി ഡോക്ടർ വർഗീസ് കൊട്ടക്കലച്ചനാണ് ഈ തിരുനാൾ ആഘോഷത്തിന്റെ ഈ തിരുനാളിന്റെ ഈ ഇതിന് നേതൃത്വം നൽകുന്നത്.
സമൂഹത്തിന്റെ ആഴമേറിയ ഹൃദയത്തിന്റെ അഗാധതകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിശ്വാസത്തിന്റെ മണിമുഴക്കമാണ് ഈ പ്രദക്ഷിണ വഴിയിൽ ഈ മധ്യാഹ്ന വെയിലിനെ പോലും അകമടിച്ചുകൊണ്ട് എരിഞ്ഞുകൊള്ളുന്ന വെയിലിൽ വിയർപ്പുകൾ ഒഴുക്കിക്കൊണ്ട് വിശ്വാസ സമൂഹം പ്രദക്ഷിണ വഴിയിലൂടെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. പ്രദക്ഷിണ വഴി ജനനിബിഡമാണ്. വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിട്ടാണ് ഓരോ വിശ്വാസിയും ഈ പ്രദക്ഷിണത്തിൽ അനുധാവനം ചെയ്യുന്നത്. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ. ആധികൾ നീക്കിടാൻ വ്യാധികൾ മാറ്റിടാൻ കൃപ ചൊരിഞ്ഞിടു സെബസ്ത്യാനോസേ.